വീടൊക്കെ പെയിന്റ് ചെയ്തിട്ട് വെറുതെ ആക്കണ്ട. പുറമേ കാണുന്നവർക്ക് വട്ടാണെന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ നമ്മളങ്ങനെ നമ്മളെ ജീവനാണ് ബ്രസീൽ. ഇങ്ങനെയൊക്കെ വീടൊക്കെ പെയിന്റ് ചെയ്ത് ബ്രസീലാണോ? അപ്പൊ അവരൊക്കെ പറയും ഞാൻ റൊണാൾഡോയോട് ഇപ്രാവശ്യം പോർച്ചുഗലൊക്കെ കപ്പെടുക്കും, വീടൊക്കെ പെയിന്റ് ചെയ്തിട്ട് വെറുതെ ആക്കണ്ട, നെയ്മർ അത് കളിക്കില്ല. അപ്പൊ ഞാനും പറയും നെയ്മറൊക്കെ കളിക്കും, ഇപ്രാവശ്യം വേൾഡ് കപ്പ് ഒക്കെ എടുക്കും, ലാസ്റ്റ് കളിയാണ് നെയ്മറിന്റെ. അപ്പൊ ഇപ്രാവശ്യം എടുക്കുന്ന തോന്നുന്നു ബ്രസീല്. നെയ്മർ ടീം നന്നായി കളിക്കും, നല്ല ടീമാണ്. നമ്മളെ ജീവനാണ് ബ്രസീൽ. അതുകൊണ്ട് നമ്മൾ അത് എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണ്. നമുക്കങ്ങനെ ഒരു വട്ടാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയും പറയാം. ചെറുപ്പം മുതലേ ഞാൻ ബ്രസീലിൻ്റെ ഫാനാണ്. നമ്മൾ റൊസാരിയോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ്റെ നേരത്തെ ഒരു മുട്ട റൊണാൾഡോ എന്നൊക്കെ പറയും, ബ്രസീൽ റൊണാൾഡോ, ആളുടെ ഫാനാണ് ഞാൻ. അപ്പോൾ ആളിനെ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും കളി ഫുട്ബോളെല്ലാം കണ്ടത് തന്നെയാണ്. അപ്പോൾ അവരുടെ അങ്ങനെയാണ് ഞാൻ ബ്രസീലിലോട്ട് ശരിക്കും വരുന്നതെന്ന് തന്നെ പറയാം. ചെറുപ്പം മുതലേ ബ്രസീൽ ഫാനാണ്. ഇപ്പോൾ ഇതും കൂടി 3ാമത്തെ ട്രിപ്പാണ് നമ്മൾ വേൾഡ് കപ്പിന് ഈ പെയിന്റ് അടിക്കുന്നത്. ഓരോ ട്രിപ്പ് അടിക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഈ പെയിന്റ് തന്നെയാണ് വീടിന്. ഇവിടെ നെന്മാറയിൽ ബ്രസീൽ വീടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ.